മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് 2 വർഷം തികയുകയാണ്. ഒരിക്കലും മായാത്ത നടുങ്ങുന്ന ഓർമ്മകളിൽ തന്നെയാണ് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ ഇന്നും കഴിയുന്നത്. നാട് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു ജനത അവരുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. 297 പേരുടെ ജീവൻ അപഹരിക്കുകയും 36 പേരെ കാണാതാകുകയും ചെയ്ത ആ ദുരന്തം ഒഴുകി വന്നത് ഈ വഴിയാണ്. അവരുടെ ഓർമ്മകളിലേക്ക് പോകാം. ഉരുൾ ദുരന്തം കൊണ്ടുപോയവരുടെ ഓർമ്മകളിലേക്ക് അവർ വീണ്ടും എത്തുകയാണ്. മുണ്ടക്കൈയിലെ ഓരോ വഴികളും അവർക്ക് ഒരു നെടുവീർപ്പിന്റെയോ ഭയത്തിന്റെയോ വേദനയുടെയോ അനുഭവങ്ങളാണിന്ന്. ആ രാത്രി മുണ്ടക്കൈയിലെ റഷീദ് ഓർമ്മിക്കുകയാണ്. ഭയങ്കര സൗണ്ടും വീടൊരു കുലുക്കമായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഏകദേശം രാത്രി 12:50 ആയപ്പോഴത്തേന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ വീട്ടിലായിരുന്നു. എൻ്റെ വീട് ഇവിടെയാണെങ്കിൽ ഞാൻ താമസിച്ച് താഴെയായിരുന്നു, കോട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ആ സമയത്ത് തന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ തന്നെ ചളിയും മണ്ണൊക്കെ അടിച്ച് കയറി വരുന്നുണ്ട്. ഇതിൻ്റെ ഉത്ഭവ സ്ഥലം തരുന്നത് ഇപ്പോൾ ഇതെവിടെയാണ്. ഇവിടുത്തെ ഉത്ഭവ സ്ഥലം ഇവിടെയൊക്കെ വീടുകളായിരുന്നു. ഇവിടുന്ന് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തിരിച്ചിപ്പം കയ്യിൽ 36 പേരെ കിട്ടാത്തതാണ്. ഇവിടെയാണ് ഉത്ഭവ ഭാഗത്തു നിന്നാണ് പൊട്ടിയതാ കാണുന്നത്. അവിടുന്ന് പൊട്ടി വന്നിട്ടുള്ളത്. 12 പേരെ രക്ഷിച്ചു. ചെളിയിൽ അമർന്നു നിന്ന മറുതായിയെ വലിച്ചെടുക്കുമ്പോൾ കാലുകൾ കുടുങ്ങിയതിന്റെ നിലവിളി. വലിച്ചെടുക്കും മുൻപേ അടുത്ത ഉരുൾപൊട്ടലിന്റെ ഭീകര ശബ്ദവും രൂക്ഷഗന്ധവും മലവെള്ളപ്പാച്ചിലും. ഉപേക്ഷിച്ച് ഓടേണ്ടി വന്നു. അടുത്ത ദിവസം മറുതായിയുടെ ജഡമാണ് അതിനടുത്ത സ്ഥലത്ത് നിന്നും കിട്ടിയത്. മനസ്സിന്റെ നീറ്റൽ ഇപ്പോഴുമുണ്ട്. ഏറ്റവും വേദനിച്ച കാര്യം, ഒരാളെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് ജീവനോടെ കിട്ടിയിട്ട് പിന്നെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മറുതായി പറഞ്ഞ ചേച്ചി, ഞങ്ങൾ പിന്നെ അനിൽ പറഞ്ഞൊരു ചേട്ടൻ, അവന് മൊത്തം പരിക്കേറ്റാണ്. അവൻ്റെ കൊച്ചവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. ചേച്ചി അവിടെ നിന്ന് കരയുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഞങ്ങൾ മൊബൈൽ ലൈറ്റിലാണ് കാണുന്നത്. ആ ചേച്ചി അവിടെ ചളിയിൽ നിൽക്കുന്നതാണ്. സ്വകാര്യം നമ്മൾ കൈ കൊടുത്താൽ കയറി വരുന്നുള്ളത്. ഞങ്ങൾ മൂന്നാൾ അങ്ങോട്ട് ആദ്യം നമുക്ക് അങ്ങനെയുള്ള ആളെ രക്ഷപ്പെടുത്താൻ ഉള്ളത് നോക്കി അങ്ങോട്ട് പോയപ്പോഴാണ് ഈ ചേച്ചി അവിടെ നിന്ന് കരയുന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ കാല് കുടിയിട്ടുണ്ട്. വലിച്ച് എടുക്കുന്നിടയിലാണ് രണ്ടാമത്തെ പൊട്ട് വന്നത്. അന്ന് ആ കാല് കുടുങ്ങിയ ചേച്ചിയുടെ കാല് പോലും പോട്ടെ എന്ന് കരുതി വലിക്കണ ജീവനോടെ കിട്ടും. പക്ഷെ നമ്മൾ അന്ന് ആ ചേച്ചിയുടെ വേദന കണ്ടിട്ട് കാല് വലിയ പരിക്കില്ലാതെ എടുക്കാന്ന് കരുതി പതുക്കെ കാലൊക്കെ ലൂസാക്കി എടുക്കുന്ന സമയത്താണ് രണ്ടാമത്തെ പൊട്ട് വന്നത്. അപ്പോൾ ആ ചേച്ചിട്ട് ഓടേണ്ടി വന്നു. അതേ സ്പോട്ട് കുറച്ച് അപ്പുറത്ത് മാറ്റിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ബാക്കിയായവരുടെ ഓർമ്മകളിൽ നിറയെ നീറുന്ന അനുഭവങ്ങളാണ്. ഒരുമിച്ച് ആഘോഷിച്ച ഉത്സവങ്ങളും ആസ്വദിച്ച പ്രകൃതിയുമെല്ലാം അവർക്കിന്ന് ഓർമ്മകൾ മാത്രമാണ്. 2 വർഷം മുൻപേ ഉണ്ടായ ദുരന്തത്തിന്റെ ഇരുണ്ട ഓർമ്മകളുമായി അവർ മുണ്ടക്കൈയോടും ചൂരൽമലയോടും യാത്ര പറഞ്ഞിരിക്കുന്നു. ഇനി പുതിയ ജീവിതത്തിലേക്ക്. മുണ്ടക്കൈയിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.